എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈവനിങ് ആയി കഴിയുമ്പോഴത്തേനും നമുക്കൊരു സ്ഥിരമായിട്ടൊരു പരിപാടിയുണ്ട്. എന്താണ് അമ്മൂട്ടി? എന്താ ഈവനിങ് വാക്കിംഗ്. വാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമാണല്ലോ. ഈവനിങ് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആള് ബാക്കിലുണ്ട് കേട്ടോ. ആള് വരണമെങ്കിൽ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാടയാണ് മാത്രമല്ല കുറെ നേരം നമ്മളെ വന്ന് വിളിച്ചു. ഇവളുടെ ഒരുക്കമാണ് ഇതിന് കാരണം. പിന്നെ ഒന്നുമില്ല നോക്ക്. നീ ലേറ്റ് ആയ ഗാർഗി, ഞങ്ങള് പോവാ. അതിന്റെ ഇടയ്ക്ക് അവിടെ പൂച്ചനെ കണ്ടപ്പോ ഓടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഗാർഗി, ഞങ്ങള് പോവാണേ. ദാ ഞങ്ങള് പോവാട്ടോ. വരുന്നുണ്ട്. വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അമ്മൂട്ടി ഗാർഗിനെ പിടിച്ചോണ്ട് ഇപ്പോൾ ഇവളെ കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. കാരണം ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഇവൾക്ക് ഇവിടെ എത്താതെ പറ്റത്തില്ല. ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം. ചായ കൂടി കഴിഞ്ഞാൽ, അതായത് ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ ചായ കുടിച്ചല്ലേ അമ്മൂട്ടി? അതെ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഇന്ന് മമ്മിക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ചായ വെച്ച് ഞങ്ങൾ കുടിച്ച്. ഈ ചായ കൂടി കഴിഞ്ഞാലാണ് ഇവിടെ ഡേറ്റ് സമയം. നിന്നെ കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവൾ ആരെയും പേടിപ്പിക്കുന്നത്? ഇവൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാജാവാണ് കേട്ടോ. പിന്നെ ഒരു രക്ഷയില്ലാത്ത ബഹളമാണ് കേട്ടോ. അവിടെ ആരൊക്കെയോ ഉണ്ട്, അതാണ് ഇവളിവിടെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നൈസായിട്ട് ഇവളെ ഇവിടെ നിന്ന് മാറ്റിയാലോ? വാ, പിടിച്ചോ അവിടെ കൂടെ പിടിച്ചോ. കമോൺ കറക്കി കമോൺ. ഇന്നെന്താ വീഡിയോയ്ക്ക് നല്ല കുട്ടിയായി കേട്ടോ. ഞങ്ങൾ നടക്കുന്ന ഇവിടെ തൊട്ട് അവിടം വരെ ഉള്ളു കേട്ടോ. അധികം ദൂരമൊന്നും. ഞങ്ങൾ നടക്കുന്ന ഏരിയ കാണിച്ചത് ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വാക്കിങ്ങിന്റെ ഏരിയ. ഇത്ര ഏരിയയിൽ ഇവള് പക്ഷെ നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഇവൾക്ക് നടക്കണം. അതാണ് ഇവളുടെ അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈവനിങ് വാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അമ്മൂട്ടി, ഇന്നത്തെ വ്ളോഗ് ശരിക്കും ഈവനിങ് വാക്കിംഗ് അല്ല, പിന്നെന്താ? അതാണ് ഇന്നത്തെ ട്വിസ്റ്റ്. സോ നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരെയും വെൽക്കം ചെയ്താലും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്വാഗതം. ഇപ്പൊ വരുന്ന വണ്ടിക്കാരനെയാണ് ഇവള് നോട്ടം വെച്ചേക്കുന്നത്. കുറെ നേരമായി. ഞാനിപ്പോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ലേറ്റ് ആയിട്ട് വരുമല്ലോ. ലേറ്റ് ആയിട്ട് വരുമ്പോഴത്തേന് ഇവള് ഭയങ്കര ബഹളമായിരിക്കും. കാരണം അന്ന് അവളെ വൈകുന്നേരം നടത്താൻ കൊണ്ടുപോയിട്ടില്ല, അത് ഇതുവഴി കറങ്ങാൻ വേണ്ടി കൊണ്ടുവന്നില്ല. അന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേന് എൻ്റെ അവസ്ഥയായിരിക്കും, തീർക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പരിഹാരമായിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേന് നേരത്തെ ഇവിടെ നടത്തിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നടത്തിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകത്തുള്ളൂ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേന് എനിക്ക് ഈ സമയമാകുമ്പോഴത്തേന് ഞാനും മനസ്സിൽ ചിന്തിക്കും, ശോ ഗാർഗിനെ നടത്തേണ്ട സമയമായല്ലോ, ഗാർഗി ഇപ്പോൾ ചിന്തിക്കുമല്ലോ. അതും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ശീലം തുടങ്ങിയാൽ മുട്ടി. നമ്മളാരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലോടും ഇവളിത് പറയാൻ തുടങ്ങി. അതാണ് സംഭവം. വൈകുന്നേരം അഥവാ ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയാലും രാത്രി ആകുന്ന വരെ ഇവള് കാത്തിരിക്കും കേട്ടോ. ഇവക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇവക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ഗേളാണ്. ഈ ഒരു സമയത്ത് ഇതുവഴി നടക്കുക, എല്ലാവരോടും ഇതുവഴി നടക്കാൻ വേണ്ടി വരുന്നവരോടൊക്കെ കമ്പനി അടിക്കുക, പോകുന്ന വണ്ടികളെല്ലാം നോക്കിക്കുക, ഇതൊക്കെയാണ് ഇവളെ സംബന്ധിച്ചോളം വലിയ കാര്യം. വലിയ സംഭവങ്ങളൊക്കെയാണ് അവളെ സംബന്ധിച്ച് ഇതൊക്കെ. അതല്ലേ, കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും ഇവരെ സംബന്ധിച്ചല്ലേ അമ്മൂട്ടി? പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് ഒരു സമയം ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. പക്ഷെ ഇവർക്ക് ഇതൊക്കെ ആയിരിക്കും എൻജോയ്മെന്റ് അല്ലേ? അതിന് പപ്പ ഓടുന്നുണ്ട്. പിടിച്ചോളെ പിടിച്ചോ എടി, അങ്ങ് പോകലടി. ഇവളെ ഈ ചെയിൻ ഇട്ടില്ലെങ്കിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുകൊണ്ട് വാ. ഇവളെ ശരിക്കും ആരെ കണ്ടിട്ട് ഓടിയത്? പപ്പാനെ കണ്ടിട്ട്? അത് എനിക്ക് അറിയാൻ മേല. അടുത്ത് എത്തുന്നവരെ ഭയങ്കര അങ്ങോട്ട് ഇത് പപ്പ ഇവിടെ വന്നിട്ട് പോകുന്നത് കണ്ടിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. ഒരു ദിവസം ഞാനും അമ്മൂട്ടിയും കൂടെ നടക്കാൻ വേണ്ടി വന്നു. അന്ന് നടന്ന കഥ എന്ന് പറയാമോ? അന്ന് ഞാനും ടെൻഷനും ഈ റോട്ടിൽ നിന്നിട്ട് അടി മീൻസ് ഒടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഞങ്ങൾ മുടിഞ്ഞ്
വലിയ ഉടക്കൊന്നുമല്ല. നീ എന്തിനാ വെറുതെ തള്ളുന്നത്? അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അതെ, ചെറിയ രീതിയിൽ വഴക്കായപ്പോഴേക്ക് ഞങ്ങളെ സംരക്ഷിച്ച ഒരാളാണ്. വഴക്കായപ്പോഴത്തേന് സംഭവം എന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി. കോമഡി എന്താ വെച്ചിട്ട് ഗാർഗി ഇതുപോലെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഗാർഗി ഞങ്ങളുടെ നടുക്ക് കയറിയിട്ട് അങ്ങ് രണ്ടുപേരെ മാറ്റി. നിങ്ങൾ റോഡിൽ വന്നിട്ട് നിങ്ങൾ അലമ്പുണ്ടാക്കില്ലേ, ഞങ്ങളെ മാനം കളയല്ലേന്ന് പറഞ്ഞു. അത് ആ ഒരു സമയത്ത് ഞാൻ അത് ആലോചിച്ചേ ഇല്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയത് രണ്ടായിട്ടാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ബൈക്കിനൊരു യാത്ര പോവാം. അപ്പോഴാണ് ഞാൻ യാത്ര പോകുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓ ശരിയാണല്ലോ അമ്മൂട്ടി, ഇന്നലെ നമ്മൾ വഴക്ക് കൂടിയപ്പോഴത്തേന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാരാ? ഇവളാണ് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചു കേട്ടോ, അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു സംഭവം മനസ്സിലായില്ലേ? ചെറിയൊരു സംഭവം വരുമ്പോഴത്തേന് ആ ഫീലിങ്സ് അവർ മനസ്സിലാക്കിയിട്ട് അവർ റിയാക്ട് ചെയ്യുന്ന രീതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഞാനത് ആ സമയത്ത് നമ്മളത് ചിന്തിച്ചേയില്ല, പിന്നെയാണ് ഞാനത് ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റ്സിൻ്റെയൊക്കെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻസിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോഴാട്ടോ. നമ്മൾ ആ നടന്ന സംഭവത്തെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്ത് നമുക്ക് നോക്കാം, എങ്ങനെയായിരിക്കും സംഭവം. അമ്മൂട്ടി റെഡിയല്ലേ? നോക്കിയാലോ? നീ വാ, ക്യാമറ സെറ്റാക്കിട്ട് വാ. ഇതെന്താ ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ, കുഴപ്പമില്ല. സീനാണെങ്കിൽ എന്താണ് സംഭവം? അങ്ങനെ അതായത് ഇവക്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി അവളോട് കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിന് നോ ഇഷ്യൂ. പക്ഷേ അതൊരു സംഭവം മാറുന്നത് അവൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം സംഭവം സീൻ അപ്പാടെ മാറും. അല്ല, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് നിൽക്കി, ക്യാമറയിൽ നിൽക്കി, എന്നാലേ അവർക്ക് കാണാൻ ആണോ? നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ എന്താ കളിക്കുന്നത്? ഇത് അല്ല, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞത് നീ അതിന് ഹലോ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനാ പറഞ്ഞത്. ഇതൊരു നമ്മള് ചമ്മിപ്പോയായിരുന്നു. ഞാൻ ഒരു ബന്ധമില്ലാത്ത പോലെ ഇവിടെ ഞങ്ങൾ അടി കൂടുന്ന നീ കണ്ടില്ലേ? പിന്നെ നിങ്ങൾ എന്താ കാണിച്ചു? അതെ, ആ മട്ടില ഇവള് നിൽക്കുന്നത്. നമ്മളിനി എന്ത് പറയും ഇവരോട്? സംഭവം നടക്കൂല. സംഭവം ഇത് ഉള്ളതാണ് ഗൈസ്. ഇന്ന് വിളിച്ചത് ഞാൻ ചമ്മിതാറിപ്പോയി. അപ്പൊ ശരിക്കും അറിയാം കേട്ടോ ഏതാ റിയാലിറ്റി എന്നും. അന്നത്തെ ഇൻസിഡന്റും ഇപ്പത്തെ ഇൻസിഡന്റും വെച്ച് നോക്കുമ്പോഴത്തേന് ശരി കേട്ടോ അമ്മ പറഞ്ഞത്. അതായത് അവർക്കറിയാം ഏതാണ് റിയാലിറ്റി ഏതാണ് അല്ലാത്തതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. നിന്നോട് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്, നീ നല്ല രീതിയിൽ അഭിനയിക്കണം എന്നൊക്കെ. എന്നിട്ട് നീ അഭിനയിച്ചോ? അന്ന് നടന്ന സംഭവം നമുക്ക് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? പക്ഷേ അവിടെ ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പം നേരെ വീട്ടിൽ പോകാൻ സമയമായി. 2 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ ഈവനിങ് വാക്കിംഗ് കഴിഞ്ഞു. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ദിവസം മുഴുവൻ ഇവള് കാത്തിരിക്കുന്നത്. നമ്മുടെ ഈവനിങ് വാക്കിംഗ് അവസാനിച്ചപ്പോഴത്തേതാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു. നല്ല വൈബല്ലേ അങ്ങോട്ട്? നല്ലതാ. നിന്റെ മുഖത്ത് തന്നെ നല്ല അതെ 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 അതെ. ഗർഗി സണ്ണ് കിസ് ചെയ്തു. ഇനി വിട്ടേക്കാം വാ. എനിവേ നമ്മുടെ ഇന്നത്തെ ഈ ഈവനിങ് വാക്കിംഗ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പം നിങ്ങൾക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പെറ്റ്സ് ലവർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പെറ്റിന്റെ പേര് പറയണം അല്ലേ വേണ്ടി കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.